രാജസൂയം അവസാനിച്ചെങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി സുയോധനൻ സഹോദരങ്ങൾക്കൊപ്പം അവിടെ തങ്ങി. സഭയും കൊട്ടാരവുമെല്ലാം നേരായി നോക്കിക്കാണാൻ അവസരം ലഭിച്ചത് ഇപ്പോഴാണ്. മയന്റെ കൈവൈഭവത്തിന്റെ മായക്കാഴ്ചകൾ നടന്നു കാണുന്നതിനിടയിൽ അയാൾക്കും അനുജന്മാർക്കും പല അമലുകളും പറ്റി. ജലം കരയായും കരയെ വെള്ളമായും ഒക്കെ തെറ്റിദ്ധരിച്ചു. അബദ്ധങ്ങൾ പലതും പിടഞ്ഞു. അതെല്ലാം കണ്ട് പാണ്ഡവർ അവർ പരിഹസിച്ചു. ഭീമനും ദ്രൗപദിയുമായിരുന്നു കൂടുതൽ കളിയാക്കിയത്. എല്ലാം അവർ നിശബ്ദരായി സഹിച്ചു. കൊട്ടാര കാഴ്ചകളിൽ അത്ഭുതം കൂടി നടക്കുമ്പോൾ ശകുനി സുയോധനോട് പറഞ്ഞു, ഇതെല്ലാം ധർമ്മപുത്രന്റെ മിടുക്കാണ്. അനുനയിപ്പിച്ചും അനുസരിപ്പിച്ചും നേടിയ സമ്പത്തും സൗഭാഗ്യങ്ങളും. സുയോധനൻ മനസ്സിലാകാത്ത വിധം അമ്മാവനെ നോക്കി. അപ്പോൾ അയാൾ തുടർന്നു, പാണ്ഡവർ പലവിധ അനുനയങ്ങൾ കൊണ്ട് അയൽ രാജ്യങ്ങൾ കീഴടക്കി. അനുസരിക്കാത്തവരെ അർജുനനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി. സാരഥി എല്ലായ്പ്പോഴും കൃഷ്ണനാണ്. കഴിഞ്ഞ ദിവസം ശിശുപാലനെ വധിച്ചതോടെ ഇപ്പോൾ ചേതി രാജ്യവും സ്വന്തമായി. അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സുയോധനോട് ശകുനി തുടർന്നു, കൃഷ്ണന്റെ ബുദ്ധിയും അർജുനന്റെ കയ്യൂക്കും ഉണ്ടെങ്കിൽ ഇനിയും പലതും സംഭവിക്കും. ഒരുപക്ഷെ ഹസ്തിനപുരവും അവർ സ്വന്തമാക്കും. അത് കേൾക്കെ സുയോധനൻ ആകെ അസ്വസ്ഥനായി. അയാൾ പറഞ്ഞു, ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അമ്മാവന്റെ സഹായം എനിക്കുണ്ടാവണം. അപ്പോൾ ശകുനി പറഞ്ഞു, നീ ഒരു നിസ്വാർത്ഥിയാണ് സുയോധന. ദ്രോണരും ഭീഷ്മരും കൃപരുമെല്ലാം കൂറുകൊണ്ട് പാണ്ഡവപക്ഷത്താണ്. വിതുരർ പ്രത്യക്ഷമായി തന്നെ അവിടെയാണല്ലോ. അതുകൊണ്ട് നിന്നെ ജയിക്കുക അവർക്ക് വളരെ എളുപ്പമാണ്. നിനക്കെന്നും തുണയായി കർണൻ മാത്രമേ കാണൂ. ശകുനിയുടെ അഭിപ്രായങ്ങൾ സുയോധനെ വീണ്ടും ചിന്താകുഴപ്പത്തിലാക്കി. പാണ്ഡവർ ഉറപ്പായും തന്റെ ശത്രുക്കളാവും. അവർ നേരിട്ട് വരും മുൻപ് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് ഉറപ്പിച്ചാണ് അയാൾ 3-ാം നാൾ അവിടെ നിന്നും ഹസ്തിനപുരത്ത് തിരിച്ചെത്തിയത്. എത്തിയെന്ന് തന്നെ അയാൾ കർണനെ പോയി കണ്ടു. ഒപ്പം ശകുനിയും ഉണ്ടായിരുന്നു. ശകുനി അവരോട് പറഞ്ഞു, പാണ്ഡവർ ശക്തരാണ്. ആയോധന ശേഷിക്കൊപ്പം ധനശക്തിയും അവർക്കുണ്ട്. നമുക്ക് വേണ്ടതും ധനമാണ്. അതിനുള്ള വഴിയെ പറ്റിയും ശകുനി തന്നെ പറഞ്ഞു. കപ്പം പിരിച്ചും കാഴ്ചയായും ധനമുണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അത് പ്രജകളുടെ വെറുപ്പിനിടയാക്കും. അതുകൊണ്ട് സമ്പത്ത് ഏറെയുള്ളിടത്തു നിന്ന് വേണം അത് കൈക്കലാക്കാൻ. പാണ്ഡവർക്ക് ഇപ്പോൾ നാം കരുതുന്നതിനേക്കാൾ ധനസ്ഥിതിയുണ്ട്. കൗതുകപൂർവ്വം ഇരിക്കുന്ന സുയോധനെയും കർണനെയും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ തുടർന്നു, ചൂതാട്ടമാണ് അതിനുള്ള എളുപ്പമാർഗം. യുധിഷ്ഠിരനെ കളിക്ക് ക്ഷണിക്കുക. അയാൾ ചൂതപ്രിയനാണെങ്കിലും കളി അറിയില്ല. സുയോധനൻ പറഞ്ഞു, അങ്ങനെയൊരു ഉപായം നല്ലതാണ്. വിധിഹിതമായോ അധ്വാനം കൊണ്ടോ അവർ നേടിയതല്ലല്ലോ ആ സമ്പത്ത്. അടുത്ത ദിവസങ്ങളിൽ അവർ വരുന്നുണ്ട്. ഞാൻ തന്നെ ചോദ്യം നേരിടാം. അത് കേട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് ശകുനി പറഞ്ഞു, ഗതായുധമല്ല സുയോധന ചൂതാട്ടം. ബുദ്ധി മാത്രമല്ല, കൗശലം കൂടി വേണം. അതിൽ എന്നെ ജയിക്കാൻ ആരുണ്ട്? നിനക്ക് വേണ്ടി ഞാനാവും കരുതിക്കുക. സംശയിച്ചു നിൽക്കുന്ന സുയോധനോട് കർണൻ പറഞ്ഞു, ഇതിൽ അമംഗളമായി ഒന്നുമില്ല ചങ്ങാതി. നിനക്കായി ഇദ്ദേഹം കളിക്കട്ടെ. സുയോധനൻ മറുപടി ഒന്നും പറഞ്ഞില്ല.